നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെന്നാണ്. പേപ്പർ വെച്ചിട്ടാണ് പെൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്നൊന്ന് ജസ്റ്റ് നോക്കാം. ഞാൻ കളർ പേപ്പർ എടുത്തിരിക്കുന്നത്. കളർ പേപ്പർ മതിയാകും, ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ അതും മതിയാകും. പിന്നെ ഒരു റീഫിലർ, ഇത് 1 രൂപയ്ക്കോ 2 രൂപയ്ക്കൊക്കെ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ പേന ഏതെങ്കിലും ഒടിഞ്ഞു പോയി റീഫിലർ എവിടെയെങ്കിലും വേസ്റ്റായി കിടക്കുന്നുണ്ടെങ്കിൽ അതും എടുത്ത് ജസ്റ്റ് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. പിന്നെ സിസേഴ്സ്, പിന്നെ കുറച്ച് പശ. ഇനി ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു പേപ്പർ ഈ റീഫിലറിൻ്റെ ഒരു ഹൈറ്റിന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു നിബ്ബ് മാത്രം പുറത്ത് വരുന്ന രീതിയിൽ പ്രോപ്പറായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് ഞാനിത് കട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് ഈ ഒരു അറ്റം വരെ കൊണ്ടുവന്നാൽ മാത്രം മതി. നമുക്ക് ജസ്റ്റ് നോക്കാം എങ്ങനെ റോൾ ചെയ്യുന്നതെന്ന്. ഒന്ന് പതുക്കെ കൊണ്ട് റോൾ ചെയ്യപ്പം ഈ നിബ്ബ് ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ട് ഇങ്ങനെ ചെരിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. നമുക്കൊരു എഴുതുമ്പോഴേക്കും ഇവിടെ ഒരു ഗ്രിപ്പ് പിടിക്കാനൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെരിച്ച് ചെയ്യുന്നത്. ഏകദേശം ഇവിടെ എത്തുമ്പോഴേക്കും നമുക്ക് നിർത്താം. എന്നിട്ട് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം. റോൾ ചെയ്ത് ഒട്ടിച്ച് വരുമ്പോൾ ഏകദേശം ഇങ്ങനെയാണ് വരിക. അപ്പം നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ചെറിയ പോർഷൻ ലെഫ്റ്റ് ഔട്ട് ചെയ്ത പോലെ ഇങ്ങനെ പുറത്ത് വന്നിട്ടുണ്ട്. നമുക്കത് എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് പശ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. ഒന്നല്ലെങ്കിൽ ഇങ്ങനെ മടക്കി വയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആ പോർഷൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാലും മതി. അപ്പം നമ്മുടെ ഒരു പെന്നിൻ്റെ ബോഡി റെഡിയായി. നമുക്ക് ജസ്റ്റ് ഇനി ബാക്കി റിമൈനിങ് ആയിട്ടുള്ള പേപ്പറും കൊണ്ട് ജസ്റ്റ് ഒരു ക്യാപ്പും കൂടി ഉണ്ടാക്കാം. നമുക്ക് ഇത്രയും പേപ്പർ വേണ്ടായിരിക്കും. ഏകദേശം ഒരു പെന്നിൻ്റെ ക്യാപ്പ് എന്നൊക്കെ പറയുമ്പം ഇത്രേ വരത്തുള്ളൂ. അപ്പം ഇങ്ങനെ വെച്ച് തന്നെ ചെയ്യാം. ഇതിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അധികം ടൈറ്റ് ആക്കരുത്, കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കയറ്റാനായിട്ട് ഒരു ഗ്യാപ്പ് വരണം. കൂടുതൽ ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് നേരെ തന്നെ റോൾ ചെയ്യണം, സൈഡിലോട്ട് കൊണ്ടുവരരുത്. എൻഡ് പോർഷൻ നമുക്ക് കുറച്ച് പശ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. പേപ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒട്ടിക്കോളും. ഇനി ഇവിടെ ഇത്രയും ബാക്കി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പശ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് ബാക്കിയുള്ള പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഒരു ക്യാപ്പുമായി പെന്നുമായി. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്തിട്ട് അകത്തേക്ക് കയറ്റി വെക്കാം. അപ്പോൾ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഇതേപോലെ വേസ്റ്റ് ആയിട്ട് വരുന്ന റീഫിലർ വെച്ചിട്ട് ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റീസൈക്കിൾ ചെയ്യാം, വെറുതെ കളയണ്ട.
പിന്നെ ന്യൂസ് പേപ്പർ വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ഒരു ഭംഗി ന്യൂസ് പേപ്പർ വെച്ച് ചെയ്ത് കാണുമ്പോഴായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പല സ്ഥലങ്ങളിലും സാധനം ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇതിനേക്കാളും നല്ലത് ന്യൂസ് പേപ്പർ കൊണ്ട് ചെയ്യുന്നത് തന്നെയാണ്. നിങ്ങളെല്ലാവരും ജസ്റ്റ് വീട്ടിലൊന്ന് ഈ ഒരു ക്രാഫ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, ഫോട്ടോ എടുക്കുക, ആപ്പിൽ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.